ലോകത്തിൽ നടക്കുന്ന പലവിധ സംഭവങ്ങൾക്കും ഇന്നും നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. അവിശ്വസനീയമായി തോന്നിയേക്കാവുന്ന പലതും നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ തന്നെ ദ മോസ്റ്റ് ഹോണ്ടഡ് ഹോട്ടൽ എന്നറിയപ്പെടുന്ന ക്രസന്റ് ഹോട്ടലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പല അമാനുഷിക സംഭവങ്ങളും ഈ ഹോട്ടലിൽ നടന്നിട്ടുള്ളതായി ഇപ്പോഴും നടക്കുന്നതായി പലരും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അമാനുഷിക സംഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ഹോട്ടലിൻ്റെ ചരിത്രത്തെപ്പറ്റി അറിയേണ്ടതുണ്ട്. അർക്കൻസായിലെ യുറേക്ക സ്പ്രിങ്സിൽ 1886 ക്രസന്റ് ഹോട്ടൽ സ്ഥാപിതമായത്. തുടക്കത്തിൽ മനോഹരമായ ഒസാർക്ക പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ ഗംഭീരമായ വാസ്തുവിദ്യയും ആഡംബര സൗകര്യങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു ആഡംബര റിസോർട്ടും സ്പായുമായാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ഒരു ദുർനിമിത്തം പോലെ ഈ റിസോർട്ട് പണിക്കിടെ മൈക്കൽ എന്ന കൽപ്പണിക്കാരൻ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും താഴെ വീണ് മരിക്കുന്നു. ഈ ഒരു സംഭവം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോയി. ഒരു റിസോർട്ട് എന്ന നിലയിൽ ക്രസന്റ് ഹോട്ടൽ അതിൻ്റെ ഐശ്വര്യവും പ്രകൃതി രമണീയമായ സ്ഥലവും കാരണം അത് സമ്പന്നരുടെ പ്രിയപ്പെട്ട സ്ഥലമായി പെട്ടെന്ന് തന്നെ പേര് കേട്ടു. എന്നാൽ ആ പ്രൗഢി അധികകാലം നിലനിന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അവർ ആ ഹോട്ടൽ വിൽക്കുവാൻ തീരുമാനിക്കുന്നു. പലരുടെ കൈകളിലൂടെ കൈമാറി ഒടുവിൽ 1937 നോർമൻ ബേക്കർ എന്ന ഒരു ഡോക്ടറിന്റെ കൈകളിൽ എത്തി. നോർമൻ ബേക്കർ ഒരു വ്യാജ ഡോക്ടറായിരുന്നു. ക്യാൻസർ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം ഹോട്ടൽ വാങ്ങിയത്. തൻ്റെ മെഡിക്കൽ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം കെട്ടിടം നവീകരിച്ചു. ക്യാൻസറിനുള്ള ഫലപ്രദമായ മരുന്ന് താൻ കണ്ടെത്തിയതായി അയാൾ പ്രചരിപ്പിച്ചു. ആ മരുന്ന് ഉപയോഗിച്ചാൽ ക്യാൻസർ പരിപൂർണമായി മാറുമെന്നും അയാൾ ജനങ്ങളെ വിശ്വസിപ്പിച്ചു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തെറ്റായ ചികിത്സാരീതികൾ മൂലം രോഗികളുടെ അവസ്ഥ വഷളാവുകയും രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്തോ രഹസ്യ മിശ്രിതം കലർത്തി കുത്തിവയ്പ്പുകളും സംശയാസ്പദമായ മെഡിക്കൽ ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മരണപ്പെട്ടവരുടെ ഡെഡ് ബോഡീസ് അവരുടെ കുടുംബങ്ങൾക്ക് കൈമാറുന്നതിന് മുൻപായി എല്ലാം കൂട്ടമായി ഒരു പ്രത്യേക മുറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അവിടുത്തെ രോഗികളുടെ വേദനയോടെയുള്ള കരച്ചിലും കൂട്ടത്തോടെ നടക്കുന്ന മരണങ്ങളും എല്ലാം കൂടി ആ ഹോസ്പിറ്റലിനെ ഒരു പ്രേതാലയമാക്കി മാറ്റി. ഈ സമയത്താണ് ഇവിടെ പല അമാനുഷികമായ അനുഭവങ്ങളും ഉണ്ടായതായി പല രോഗികളും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന സ്റ്റാഫുകളും എല്ലാം പറയുവാൻ തുടങ്ങിയത്. ഒരിക്കൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് രാത്രിയിൽ വരാന്തയിലൂടെ നടന്നു വരികയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസ് എല്ലാം നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന റൂമിൻ്റെ മുൻപിലൂടെ ഒരു സ്ത്രീയുടേതെന്ന് തോന്നിക്കുന്ന ഒരു നിഴല് പോലെയുള്ള രൂപം ഒഴുകി നീങ്ങുന്നു. പേടിച്ചു പോയ അവർ ഈ കാര്യം ചെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഏകദേശം എല്ലാ രോഗികളും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്കും ഓരോരോ അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുവാൻ തുടങ്ങി. പലരും രാത്രിയിൽ അസാധാരണ ശബ്ദങ്ങളും നിഴലുകളും ഒക്കെ കാണുന്നത് പതിവായി. 1940 ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന് അറസ്റ്റിലായതോടെ ബേക്കറുടെ ഭരണം അവസാനിച്ചു. ക്രസന്റ് ഹോട്ടൽ സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ അവിടെ നടക്കുന്ന പാരാനോർമൽ ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള വാർത്തകൾ പതിയെ പുറം ലോകത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരുന്നു. അത് അമേരിക്കയിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിലൊന്നായി. ഹോസ്പിറ്റൽ വീണ്ടും നവീകരിച്ച് പ്രൗഢിയുള്ള റിസോർട്ട് ആയി. ക്രസന്റ് ഹോട്ടലിന് അതിൻ്റെ പഴയ പേരും പ്രശസ്തിയും തിരിച്ചു കിട്ടി. ആഡംബരപൂർണമായ താമസ സൗകര്യങ്ങൾ, സ്പാ സേവനങ്ങൾ, അല്ലെങ്കിൽ ആകർഷക നഗരമായ യുറേക്ക സ്പ്രിങ്സിൻ്റെ സാമീപ്യം എന്നിവ അതിഥികളെ ഹോട്ടലിലേക്ക് ആകർഷിച്ചു. എന്നാൽ ആ ഹോട്ടലിലെ സന്ദർശകർക്ക് എല്ലാവർക്കും തന്നെ പറയാനുണ്ടായിരുന്നത് ഒരേ കാര്യമായിരുന്നു: രാത്രിയിൽ എന്തോ അസ്വാഭാവികമായി ആ ഹോട്ടലിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും പല പല അനുഭവങ്ങളായിരുന്നു. പലരും പറയുന്നത് രാത്രിയിൽ ഉറക്കമുണരുന്ന അവർ കാണുന്നത് കട്ടിലിനരികിൽ തങ്ങളെ തുറിച്ചു നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തെ കണ്ടു എന്നായിരുന്നു. ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന റൂം നമ്പർ 218 ആയിരുന്നു അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും പ്രേതബാധയുള്ള റൂമായി പറയുന്നത്. ബേക്കേഴ്സ് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് നോർമൻ ബേക്കർ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന ടെമ്പററി മോർച്ചറിയായി യൂസ് ചെയ്തിരുന്ന റൂമായിരുന്നു അത്. ഈ റൂമിൽ താമസിക്കുന്നവർക്ക് ഭയാനകമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ താഴുകയും അവർക്ക് തണുത്ത് വിറയ്ക്കുകയും ചെയ്യുമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഭയപ്പെടുത്തുന്ന കാലടി ശബ്ദങ്ങളും നിഴലുകളും എല്ലാം സന്ദർശകരെ ഭയപ്പെടുത്തി. ക്രസന്റ് ഹോട്ടലിലെ ബേസ്മെന്റ് ഏരിയയിലേക്കും വിസിറ്റേഴ്സ് ഹാളിലേക്കും ഒന്നും അസമയത്ത് ആരും പോകാറില്ലായിരുന്നു. മരണശേഷം കുടുംബം ഏറ്റെടുക്കാത്ത ഡെഡ് ബോഡീസ് എല്ലാം മറവ് ചെയ്തിരുന്നത് ഈ ബേസ്മെന്റ് ഏരിയയിലായിരുന്നു. അസമയത്ത് ബേസ്മെന്റ് ഏരിയയിൽ പോയ പലരും
ഇവിടെ ഇടവഴിയിലൂടെ അലഞ്ഞു തിരിയുന്ന ഒരു പെൺകുട്ടിയുടെ രൂപത്തെ കണ്ടിട്ടുണ്ട്. ഈ ഹോട്ടലിന്റെ ഉള്ളിലെ ചില റൂമുകളിൽ നിന്നാണ് ഏറ്റവും അധികം പ്രേതബാധകളെ പറ്റിയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റൂം 218. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രസന്റ് ഹോട്ടലിലെ ഏറ്റവും പ്രശസ്തമായ പ്രേതമുറികളിൽ ഒന്നാണ് റൂം 218. അതുപോലെ റൂം 419, റൂം 3500 എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ സന്ദർശകർക്കും ജീവനക്കാർക്കും നൂറുകണക്കിന് പ്രേതാനുഭവങ്ങൾ പറയുവാനുണ്ടാവും. അതിൽ 3 സംഭവങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒരിക്കൽ ഈ ഹോട്ടലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടെ ഒരു ദമ്പതികൾ എത്തി. 1-ാം നിലയിലെ ഒരു റൂമിൽ താമസിച്ചിരുന്ന അവർക്ക് ആദ്യത്തെ ദിവസം രാത്രിയിൽ ഒന്നും തന്നെ അനുഭവപ്പെട്ടില്ല. 2ാമത്തെ രാത്രിയിൽ അവർ ബ്ലാങ്കറ്റ് മടക്കി അവരുടെ കട്ടിലിന്റെ താഴെയായി മടക്കി വെച്ചിരുന്നു. അതിനുശേഷം അവർ ഒരു ഷീറ്റ് മാത്രമാണ് പുതയ്ക്കുവാൻ ഉപയോഗിച്ചത്. സമയം ഏതാണ്ട് അർദ്ധരാത്രി ആയപ്പോഴേക്കും ഭർത്താവ് വിയർത്ത് കുളിച്ച് ഞെട്ടി ഉണർന്നു. ശരീരം അനക്കുവാൻ സാധിക്കുന്നില്ല. ഒരു വിധത്തിൽ കൈ ഉയർത്തി സൈഡിലെ ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. ഇതിനിടെ ഭാര്യയും ഉണർന്നു. അവർ ഞെട്ടിപ്പോയി. കട്ടിലിന്റെ കാൽക്കൽ മടക്കി വെച്ചിരുന്ന ബ്ലാങ്കറ്റ് അവരുടെ ശരീരത്തെ വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്നു. ആ രാത്രിയിൽ തന്നെ 3 പ്രാവശ്യം കൂടി അവർക്ക് ഈ അനുഭവം ഉണ്ടായി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ജോൺ സ്മിത്തും ഭാര്യയും 2 കുട്ടികളും ഹോട്ടൽ സന്ദർശിക്കുവാൻ എത്തുന്നു. റൂം നമ്പർ 221 ആണ് അവർക്ക് കിട്ടിയത്. അവർ ആ റൂമിന്റെ കീയും വാങ്ങി ലിഫ്റ്റിൽ കയറി 2ാം നിലയിലെത്തി. ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോൾ തങ്ങളെ കാത്തെന്നവണ്ണം വിക്ടോറിയൻ രീതിയിലുള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. റൂം കാണിച്ചു തരാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവളുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി മുൻപിൽ നടന്നു. ഹോട്ടൽ ജീവനക്കാരനാണെന്ന് കരുതി കുടുംബം അയാളെ അനുഗമിച്ചു. അയാൾ റൂം തുറന്ന് പുറത്ത് വാതിൽക്കൽ തന്നെ നിന്നു. അയാൾ ചിരിച്ചുകൊണ്ട് അയാളുടെ തല 2 വശത്തേക്കും ആവർത്തിച്ച് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. അയാൾ ടിപ്പ് ആവശ്യപ്പെടുകയാണെന്ന് കരുതി ജോൺ സ്മിത്ത് പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് നോക്കിയപ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടില്ല. പോക്കറ്റിലേക്ക് നോക്കിയ ആ നാനോ സെക്കൻഡിനുള്ളിൽ ആ മനുഷ്യൻ എവിടെ പോയി? എന്നാൽ അതായിരുന്നില്ല അവരെ ഞെട്ടിച്ച കാര്യം. കുറച്ചു നേരം റൂമിൽ വിശ്രമിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോയി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവർ തിരിച്ചു റൂമിലെത്തി. എന്നാൽ റൂമിൻ്റെ ഡോർ താക്കോൽ ഉപയോഗിച്ച് തുറക്കുവാൻ സാധിക്കുന്നില്ല. പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാതിരുന്നപ്പോൾ അവർ താക്കോലുമായി റിസപ്ഷനിലെത്തി. അപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിയത്. ജോൺ സ്മിത്തും കുടുംബവും ആദ്യമായി അവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ അബദ്ധവശാൽ റൂം നമ്പർ 321ന്റെ താക്കോൽ അവർക്ക് നൽകിയതിൽ റിസപ്ഷനിസ്റ്റ് ക്ഷമാപണം നടത്തി. എന്നാൽ ഇവിടുത്തെ ജീവനക്കാരനായ ഒരു മനുഷ്യൻ തന്നെയാണ് ഈ കീ ഉപയോഗിച്ച് റൂം തുറന്നത് എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞെങ്കിലും അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്നും ഒരു റൂമിന്റെ കീ കൊണ്ട് മറ്റൊരു റൂം ഒരിക്കലും തുറക്കാനാവില്ല എന്നും റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. സഹായിയായ മനുഷ്യനെയും തന്റെ വസ്ത്രധാരണത്തെപ്പറ്റി കുടുംബാംഗങ്ങൾ വിവരിച്ചു. എന്നാൽ അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന ഒരു ജീവനക്കാരനും ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നില്ല എന്നും റിസപ്ഷനിസ്റ്റ് അവരെ അറിയിച്ചു. ആ സഹായകനായ മനുഷ്യനെ ദമ്പതികൾ പിന്നീട് കണ്ടിട്ടേയില്ല. ഒരിക്കൽ ടിയോ എന്നൊരു സ്ത്രീയും 4 വയസ്സുള്ള അവരുടെ മകനും ഒന്നിച്ച് ഈ ഹോട്ടലിൽ സന്ദർശനത്തിനെത്തി. പുറത്തുപോയ അവർ വഴിയരികിൽ ഒരു ബലൂൺ കച്ചവടക്കാരനെ കാണുകയും കുട്ടിക്ക് ഒരു ബലൂൺ മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തിരിച്ചു റൂമിലെത്തി. രാത്രി കിടന്നുറങ്ങി. അർദ്ധരാത്രി മകന്റെ കരച്ചിൽ കേട്ട് ഞെട്ടിയുണർന്ന ടിയോ അവനോട് കാര്യം തിരക്കി. ഒരു പെൺകുട്ടി തങ്ങളുടെ കട്ടിലിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് എന്നും അവൾ തന്റെ ബലൂൺ പിടിച്ചിരിക്കുകയാണെന്നും അവൻ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല എന്നും പറയുന്നു. ഭയന്നുപോയ അവർ കുട്ടിയോട് അത് തോന്നലാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കി. എന്നാൽ അവൻ വളരെ ശക്തമായി കട്ടിലിന്റെ സൈഡിൽ പെൺകുട്ടി ഉണ്ടെന്ന് ചൂണ്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണെന്നും അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ രാത്രി പുലരുവോളം അവർ ഭയത്തോടെ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. പ്രസിദ്ധമായ പല പാരനോർമൽ ഇൻവെസ്റ്റിഗേഴ്സും ഇവിടെ എത്തി പഠനം നടത്തിയിട്ടുണ്ട്. നിരവധി ടെലിവിഷൻ ഷോകളിൽ ക്രസന്റ് ഹോട്ടലും അതിന് അസാധാരണ ചരിത്രവും അവതരിപ്പിച്ചിട്ടുണ്ട്. ഗോസ്റ്റ് ഹണ്ടേഴ്സ്, ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് എന്നീ കമ്പനികളുടെ സംഘവും അന്വേഷണത്തിനായി ക്രസന്റ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അതിഥികളുമായും ജീവനക്കാരുമായും അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് അഭിമുഖം നടത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് പാരനോർമൽ റിയാലിറ്റി ടെലിവിഷൻ പരമ്പര മോസ്റ്റ് ഹൗണ്ടഡ് എന്ന എപ്പിസോഡിൽ ക്രസന്റ് ഹോട്ടലിനെ അവതരിപ്പിച്ചു. യുറേക്ക സ്പ്രിങ്സിന്റെ മനോഹാരിത ആസ്വദിക്കാനും ഭൂതപ്രേത പിശാചുക്കളിൽ താല്പര്യമുള്ളവരും അങ്ങനെ ധാരാളം പേർ ഇപ്പോഴും ഈ ഹോട്ടൽ സന്ദർശിക്കുന്നുണ്ട്. ആളുകളുടെ മനസ്സിലെ സങ്കല്പം, പിന്നെ പലരുടെയും പ്രേതാനുഭവങ്ങൾ, ഇവയെല്ലാം കൂടി കലർന്ന മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണോ ഇത്? അതോ യഥാർത്ഥത്തിൽ ഈ ഹോട്ടലിൽ പ്രേതങ്ങളുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റാക്കി രേഖപ്പെടുത്തുക.